ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഒരു വിശേഷ ദിവസമാണ് കേട്ടോ. നമ്മളുടെ ശ്രീ ചന്ദനമാരിയമ്മൻ കോവിലിൽ താലപ്പൊലിയോടനുബന്ധിച്ച് ഒരുപാട് കുഞ്ഞു മക്കളൊക്കെ ഒരുങ്ങി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. താലപ്പൊലിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ് കേട്ടോ ഇവിടെ നടക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ഇവിടെ വന്ന് നല്ലതുപോലെ തന്നെ ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് ഹാരമൊക്കെ ചാർത്തി ഇവിടെ കുറേ നേരം കൊണ്ടിരിക്കുവാണ് കേട്ടോ. നല്ലതുപോലെ തന്നെ മേക്കപ്പും ഒക്കെ ഇട്ടിട്ട് കിരീടമൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഒരുങ്ങി നിന്നിരുന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതും ഉത്സവത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ കോവിലിൽ ഇതുപോലെ തന്നെ ഓല വച്ചിട്ടുള്ള തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ തന്നെ പൂവും ഒക്കെ വെച്ച് അലങ്കരിച്ച ദണ്ടുകളൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെണ്ടമേളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ ചെയറിൽ ഇരിക്കുവാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നും നമ്മളുടെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ചെണ്ടക്കാരൊക്കെ കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഏഴ്ചെടുത്ത് ചെണ്ടയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നാണ് അവർ ദീപം തെളിയിക്കുന്നത് കേട്ടോ. അപ്പോൾ പോറ്റി അവരിങ്ങനെ ഒരു റൗണ്ട് ക്ഷേത്രത്തിൽ നിന്ന് കറങ്ങി വന്നതിന് ശേഷമാണ് പോറ്റി ഇതുപോലെ ദീപം തെളിയിച്ചു കൊടുക്കുന്നത്. മാതൃവൃക്ഷ ചുവട് എന്ന് പറയുന്ന ഭദ്രാളി അമ്മയുടെ ഒരു കോവിലിലാണ് ഇപ്പോൾ ഇവർ ഘോഷയാത്രയായിട്ട് പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭാരമാണ് ആ ഒരു ദണ്ട്. അപ്പോൾ അവരുടെ രക്ഷാകർത്താക്കളാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ ദണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പോറ്റി ഓരോരോ കുഞ്ഞ് കുട്ടികൾക്കായിട്ട് ഇതുപോലെ ദീപമൊക്കെ തെളിയിച്ച് കൊടുക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഇതുപോലത്തെ പടികളിൽ ഓരോരോ ദീപങ്ങളും തെളിയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നടയിൽ ഒരു വിളക്കിലും നല്ല ഭംഗിയായിട്ട് ദീപമൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളാണെങ്കിൽ ഇതുപോലെ ക്ഷേത്രത്തിന് ചുറ്റും ഒരു റൗണ്ട് കറങ്ങി വരുന്നുണ്ട്. എല്ലാവരും അങ്ങനെ അവരവരുടെ തട്ടത്തിൽ ദീപം തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരുങ്ങിയും ഈ ഒരു ദണ്ടുകളൊക്കെ പിടിച്ച് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ മേക്കപ്പ് ഇട്ടിരിക്കുന്നതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പോൾ ഈ ഒരു താലപ്പൊലിയും ഇതുപോലത്തെ ആഘോഷങ്ങളൊക്കെ ഭദ്രാളി അമ്മയ്ക്ക് ഭയങ്കര ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളാണ്. ഫ്രണ്ടിലായിട്ട് 2 ചേച്ചിമാർ മുത്തുകുടയൊക്കെ പിടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മുത്തുകുട ചൂടിയ ചേച്ചിമാരുടെ പിറകെ നിന്ന് ഇതുപോലെ തന്നെ ഓരോ ഒരുങ്ങിയ കുട്ടികളും ഇതുപോലെ പോകുന്നുണ്ടായിരുന്നു.
നമ്മളും അവരുടെ പിറകെ നിന്ന് തന്നെ പോകുന്നുണ്ട്. അവരവരുടെ അമ്മമാരും ഒരേ കളറുള്ള സാരികളൊക്കെ ഉടുത്ത് അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ ഒരുക്കി കൊണ്ടുപോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നമ്മളുടെ കോവിലിൽ അടുത്ത ഉത്സവം തുടങ്ങാറായിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളൊക്കെ ഇനി അടുത്ത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. അവിടെ ഒരുപാട് പേര് മുത്തുകുടയൊക്കെ ചൂടി പോകുന്നുണ്ട്. ദേവിയുടെ ആ ഒരു മുടിയെടുക്കുന്ന ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നല്ല ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ആനന്ദവും സന്തോഷവും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പം ഈ ഒരു അമ്മയുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നതും നമ്മളുടെ ഈ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു ചെണ്ടമേളത്തിൻ്റെ ഓരോരോ ടൂണും മാറി മാറി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇനി അടുത്ത ദേവിക്ക് നൃത്ത ചുവടുകൾ വയ്ക്കാനായിട്ട് അടുത്ത് ചെണ്ടമേളത്തിൻ്റെ ടൂണ് മാറ്റി അവർ. ദേവി ഓരോരോ ചുവട് കളിക്കുമ്പോഴും ഓരോരോ ആൾക്കാർ പൂക്കൾ ഇങ്ങനെ എറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ദേവിയുടെ തലയിലോട്ട് പൂക്കൾ ചാർത്തുന്നത് പോലെയാണ്. അപ്പോൾ ഇത്രയും നേരം കൈ പിടിച്ച് ആണ് കളിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കൈ വിട്ടിട്ട് ഇതുപോലെ കളിക്കുന്നതാണ് കേട്ടോ. എത്ര എഫേർട്ട് എടുത്തിട്ടാണല്ലേ. ഇതെല്ലാം ദേവിയുടെ ഓരോരോ അനുഗ്രഹങ്ങളാണ്. നമ്മൾ കാണുന്നത് പോലെയല്ല, നല്ല ഭാരമാണ് ആ ഒരു മുടിക്ക്. താലപ്പൊലിക്കും ഇതുപോലെ മുത്തുകുട ചാർത്തി നിൽക്കുന്ന ചേച്ചിമാരെയും അതുപോലെ തന്നെ ഈ ഒരു പൂച്ചെണ്ടുകളുമായിട്ട് നിൽക്കുന്ന കുഞ്ഞു മക്കളെ കണ്ടപ്പോഴത്തേക്കും ദേവിക്ക് ഒരുപാട് സന്തോഷമായി കാണും അല്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭസ്മം ചന്ദനമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അങ്കിള് നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് തുട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇച്ചിരി ഭസ്മമൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു പൂവും കൂടെ എടുത്തു കേട്ടോ തലയിൽ ചൂടാനായിട്ട്. ഒരുപാട് വെറൈറ്റിയിലുള്ള ബലൂൺസൊക്കെ ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നിൽക്കാൻ എനിക്ക് നല്ലൊരു ആഗ്രഹം തോന്നി. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ബലൂൺ മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ എന്തായാലും നല്ല തല്ല് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല. അപ്പോൾ ഒരുപാട് വെറൈറ്റി ബലൂൺസൊക്കെ അവിടെ കുഞ്ഞു മക്കളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. സാധാരണ ഓരോ ദിവസത്തിനെക്കാട്ടിലും ഇന്ന് എനിക്ക് ഒരു വെറൈറ്റി ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് ദേവിയെ കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ പിന്നെ വീട്ടിൽ മടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും നേരം വരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.